بسم الله الرحمن الرحيم. إلى حضرة النبي المصطفى والرسول المجتبى والحبيب المقتفى سيدنا ومولانا محمد صلى الله عليه وسلم، وإلى حضرة شيخنا وملاذنا وقدوتنا الشيخ محمد بن الشيخ محمد القادري الجشتي الجيلي جادي قدس الله سره العزيز ورضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليهم. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ജീവന്റെ ജീവനായ ഉപ്പാപ്പാന്റെ കദമിലായി എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ അവസ്ഥകളിലും അടിയുറച്ച് യഖീനോടുകൂടെ മഹബ്ബത്തോടുകൂടെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു ഷെയ്ഖിൽ എത്തിച്ചേരുമ്പോൾ ആ ഷെയ്ഖിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആ ഗുരുവിൻ്റെ കരം നമ്മൾ പിടിക്കുന്നതോടുകൂടെ നമുക്ക് ലഭിക്കുന്നത് ജീവിതത്തിൽ ഒരായുസ് കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയാത്ത കടപ്പാടിൻ്റെ അനുഗ്രഹങ്ങളാണ് ആ ഒരു കരം ഗ്രഹിക്കുന്നതിലൂടെ കിട്ടുന്നതിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്. ഒരായുസ് കൊണ്ട് നമുക്കത് ചെയ്തു തീർക്കാൻ, അതിന് പകരം വെക്കാൻ കഴിയാത്ത അനുഗ്രഹം. ഒന്നാമതായി, നമ്മളുടെ ജീവന്റെ ശരീരത്തിൻ്റെ ഖൽബിൻ്റെ റൂഹിൻ്റെ അധികാരിയെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കേവലം ദുനിയാവിലെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ മാത്രമല്ല, മരണവും സക്കറാത്തും ഖബറും അനന്തര ജീവിതവും സകലതും ഏറ്റെടുക്കാൻ യോഗ്യനായ ഒരു അധികാരി. ആ അധികാരിയുടെ മുന്നിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു ഗുരുമുറബിയെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം ഉണ്ട്. അതിന് പകരം വെക്കാൻ അല്ലെങ്കിൽ അതിന് ബദലായി നമുക്ക് ചെയ്തു കൊടുക്കാൻ, ഒരു നന്ദി ചെയ്തു കൊടുക്കാൻ ഒരായുസ് മുഴുവനും ചെലവഴിച്ചാലും നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. അത്രക്ക് വലിയ മഹത്വമായ ഒരു സംഗതിയാണ് ഒരു ആത്മപിതാവിനെ ലഭിക്കുക എന്ന് പറയുന്നത്. മഹാനരായ ഇമാം അശ്ശഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവർകള് മശായിഖന്മാരുടെ കരം പിടിച്ച് ജീവിച്ചവരാണ്. അവർക്ക് രണ്ട് ജീവിത കാലഘട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്ന് ഗുരുവിനെ പ്രാപിക്കുന്നതിന് മുമ്പുള്ള ഒരവസ്ഥ, ഗുരുവിന്റെ കരം പിടിച്ചതിന് ശേഷമുള്ള ഒരവസ്ഥ. ആ രണ്ടവസ്ഥകളിലൂടെയും കടന്നുപോയവരാണ് മഹാനരായ ഷഅറാനി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. ആ മഹാന് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവ പാഠങ്ങളിലൂടെ പറയുന്നത്, തൻ്റെ ഗുരുവിനെ സന്ധിച്ചതിന് ഉടനെയായിട്ട് തൻ്റെ ഗുരുമുറബി മഹാനവറുകളോട് പറഞ്ഞത്, തൻ്റെ കൈകളിലുള്ള സകലമാന ഗ്രന്ഥങ്ങളെയും അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്താനായിരുന്നു ആവശ്യപ്പെട്ടത്. മഹാനവറുകൾ അത് ചെയ്തു. എങ്കിലും ഇത്ര കാലം കൊണ്ടു നടന്ന് നിധി പോലെ സൂക്ഷിച്ചിരുന്ന തൻ്റെ ഗ്രന്ഥശേഖരങ്ങളെ ഒറ്റയടിക്ക് കൈയൊഴിക്കുക എന്ന് പറയുന്നത് മഹാനവറുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുള്ള ഒരു കാര്യമായി മഹാനവറുകൾ കാണുകയുണ്ടായി.
അങ്ങനെ മഹാനരായ ഷഅറാനി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് വകാനത്ത് സൂറത്ത് മുജാഹദത്തി അലാ യദി സയ്യിദി അലിയിൽ ഖവാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ചാരത്തെത്തിയതിനു ശേഷം ആത്മീയമായ മുജാഹദയുടെ രൂപം അന്നഹു അമറനി അവ്വൽ ഇജ്തിമായി അലൈഹി തന്റെ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ബിബൈ ജമീ കുതുബി വത്തസദ്ദുഖ് ബിസമനിഹ അലൽ മഹാവീജ് തന്റെ എല്ലാ ഗ്രന്ഥങ്ങളെയും വിൽക്കാനും അതിന്റെ വിലക്ക് തുല്യമായി സ്വതക ചെയ്യാനും ആവശ്യപ്പെട്ടു. ഫഫഅൽതു, ഞാൻ അതുപോലെ ചെയ്തു. എനിക്ക് വിലപ്പെട്ട ഗ്രന്ഥങ്ങളായിരുന്നു. റൗള പോലെ, മത്ലബ്, ഖാദിമ്, കൂത്ത് പോലെ വളരെ വിലപിടിപ്പുള്ള അതെല്ലാം വിറ്റ് ഞാൻ അതിന് പകരമായി സ്വതക ചെയ്തു. പക്ഷേ എൻ്റെ മനസ്സിന്റെ ആഴങ്ങളിൽ പതിഞ്ഞിരുന്ന എൻ്റെ ഗ്രന്ഥശേഖരം നഷ്ടപ്പെട്ട ഒരു വേവലാതി എന്നിൽ ഉണ്ടായിരുന്നു. ഫസാറ ഇൻദി ഇൽതിഫാതുന ഇലൈഹാ ലികസ്റതി തഅബി ഫീഹാ ഹത്താ കഅന്നി സുലിബ്തുൽ ഇൽമ. എൻ്റെ അറിവുകളൊക്കെ ഊരപ്പെട്ടതുപോലെയുള്ള ഒരു അനുഭവമാണ് എൻ്റെ ഗുരുവിന്റെ മുമ്പിൽ എത്തിച്ചേർന്നപ്പോ എനിക്കുണ്ടായത്. ഫഖാല ലി, മഹാനരായ അലിയുൽ ഖവാസ് തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, ഇഅ്മൽ അലാ ഖത്ഇൽ ഇൽതിഫാതി ഇലൈഹാ ബികസ്റതി ദിക്രില്ലാഹി അസ്സ വജല്ല. ദിക്റുകൾ അധികരിപ്പിച്ചുകൊണ്ട് തന്റെ ഗ്രന്ഥശേഖരത്തിലേക്കുള്ള അത് പോയതിന്റെ വേവലാതിയും വിഷമവും ഒക്കെയുള്ള ആ വ്യതയെ മുറിച്ചു കളയുന്നതിന് വേണ്ടി കൂടുതലായി ദിക്ർ ചെയ്യണം. മുൽതഫിത്തുൻ ലാ യസിൽ, തിരിഞ്ഞു നോക്കുന്നവൻ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുകയില്ല എന്ന് പറയുകയുണ്ടായി. മഹാനരുടെ കടമ്പ തന്റെ ഗ്രന്ഥത്തിലേക്കുള്ള ഒരു തിരിഞ്ഞു നോക്കലില്ലാത്ത വിധം തന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള മുജാഹദയാണ്. അങ്ങനെ ഫാമറനി ബിൽ ഗസ്ലത്തി അനിന്നാസി മുദ്ദതൻ, കുറച്ചു കാലം ജനങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നോട് കൽപ്പിക്കുകയുണ്ടായി. ജനങ്ങളിൽ നിന്ന് ഞാൻ ഓടി അകലാൻ തുടങ്ങി. അങ്ങനെ ഓടി അകന്നപ്പോ എനിക്ക് സംഭവിച്ചത് ആറാനഫ്സി ഖൈറം മിൻഹും, എനിക്ക് തോന്നാൻ തുടങ്ങി ഞാൻ ഇവരെക്കാളെല്ലാം ശ്രേഷ്ഠനാണെന്ന്. ഫഖാല, മഹാനരായ ഗുരു പറഞ്ഞു, യഅമൽ അലാ ഖത്ഇ റുയതി അന്നക ഖൈറും മിൻഹും, നീ അവരെക്കാൾ ശ്രേഷ്ഠരാണെന്നുള്ള ആ കാഴ്ച അത് മുറിച്ചു കളയുന്നത് വരെ ജോലിയെടുക്കണം. അങ്ങനെ പിന്നെ എൻ്റെ പടപ്പുറപ്പാട്, എൻ്റെ മുജാഹദ മുഴുവനും ജനങ്ങളിൽ ഏറ്റവും നിന്ദ്യനായ മനുഷ്യനാണ് ഞാനെന്ന തോന്നലിന് വേണ്ടിയുള്ള മുജാഹദ നടത്തി. അങ്ങനെ ജനങ്ങളിൽ നിന്ന് അകന്നപ്പോ അവരിലേറെ ശ്രേഷ്ഠനാണെന്ന് തോന്നിയപ്പോ അതിനെ നീക്കിക്കളയാനുള്ള മുജാഹദ നടത്തി. പിന്നീട് എന്നോട് വീണ്ടും ജനങ്ങളുമായി കൂടിക്കലരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അവരിൽ നിന്ന് ഏൽക്കുന്ന പ്രയാസങ്ങളോട് സ്വബ്രോടുകൂടെ പെരുമാറാൻ എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. ഫഅമിൽതു അലാ ദാലിക, അങ്ങനെ അതൊക്കെ ഞാൻ ചെയ്തു. ഫറഅയ്തു ഹീനഇദിൻ അന്നി സിർതു അഫ്ളല മഖാമൻ മിൻഹും, അങ്ങനെ അവരോട് കൂടിക്കലർന്ന് ജീവിച്ചപ്പോൾ എനിക്ക് വീണ്ടും തോന്നി അവരെക്കാളൊക്കെ എത്രയോ ഉന്നതമായ മഖാമിലാണ് ഞാനുള്ളതെന്ന്. അപ്പോൾ എൻ്റെ ഗുരു എന്നോട് പറഞ്ഞു, യഅമൽ അലാ ഖത്ഇ ദാലിക, അത് മുറിച്ചു കളയാൻ വേണ്ടിയുള്ള പണിയെടുക്കണം. അങ്ങനെ പിന്നെ അതിനു വേണ്ടിയുള്ള പണിയായി. പിന്നീട് മഹാനരായ ഗുരു അവർകൾ പറഞ്ഞു, അമറനി ബിൽ ഇസ്തിഗാലി ബിദിക്രില്ലാഹി തബാറക വ തആല, സിർറൻ വ അലാനിയത, രഹസ്യ പരസ്യമായി ദിക്റിൽ മുഴുകി ജീവിക്കാൻ ആവശ്യപ്പെടുകയാണ്. വകുല്ലു ഖാതിരിൻ ഖതറ ലി മിമ്മാ സിവല്ലാഹ്, അല്ലാഹുവേതര എന്ത് ചിന്ത എന്നിൽ വന്നു കഴിഞ്ഞാലും അത് തട്ടിയകറ്റാനുള്ള ശ്രമമാണ് ഞാൻ നടത്തിയത്. അങ്ങനെ മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. ബിതർക്കിയാക്കിലി ഷഹവാത്തി മുത്ലക്കൻ, പിന്നീട് എന്നോട് സകലമാന ഷഹവാത്തുകൾ ഭക്ഷിക്കുന്നതും ഒഴിവാക്കാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അതും ഞാൻ ചെയ്തു. അങ്ങനെ ഇൽമു വരാൻ തുടങ്ങി. ലദുനിയായ ഇൽമു വരാൻ തുടങ്ങിയപ്പോൾ വസാറത്തിൽ ഉലൂമുൻ നഖ്ലിയ തുസാഹിമുൽ ഉലൂമൽ വഹബിയ, മഹാനരായ ഷഅറാനി ഇമാം ഗ്രന്ഥങ്ങളിൽ നിന്ന് വരികളിൽ നിന്ന് പഠിച്ചു വച്ചിരുന്ന അറിവുകൾ വഹബിയായി കിട്ടിയ ലദുന്നിയായി കിട്ടിയ അറിവുമായി കൂടിക്കലരാൻ, മത്സരിക്കാൻ തുടങ്ങി. ഏതാണെന്ന് വേർതിരിയാൻ കഴിയാതെ രണ്ടും സംഘർഷത്തിലായി മാറി. സുമ്മാമറനി ബിത്തവജ്ജുഹി ഇലല്ലാഹി സുബ്ഹാനഹു വ തആല, പിന്നീട് അല്ലാഹുവിലേക്ക് മുന്നിട്ടുകൊണ്ട് തനിക്ക് കിട്ടുന്ന ലദുന്നിയായ അറിവിന്റെ തെളിവുകളൊക്കെ അറിയിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെടുകയുണ്ടായി. ഫലമ്മ തലഅതു അലൈഹാ,
അങ്ങനെ ഞാൻ ആ അറിവെനിക്ക് ലഭിച്ചപ്പോ സാറ ലൗഹു കൽബി മംസൂഹ മിനൽ ഉലൂമിൻ നഖ്ലിയ, ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ചു വച്ച അറിവുകൾ മുഴുവനും മായ്ക്കപ്പെട്ട ഒരു ബോർഡ് പോലെയായി മാറി തന്റെ ഹൃദയം. തറാദഫത അലാ ഹീനിദിൻ അൽ ഉലൂമുൽ വഹബിയ, അങ്ങനെ ലദുനിയായ ഇൽമുകളതാ ഓരിച്ചൊരിഞ്ഞു വരികയാണ്. അങ്ങനെ മഹാനവറുകൾ പിന്നീട് ആ ഇൽമുകൾ ശുദ്ധീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ശുദ്ധീകരിക്കാൻ വേണ്ടി മഹാനവറുകൾ ഈ നഖ്ലിയായ ഇൽമുകളെ, അതിൽ നിന്ന് ലദുനിയായി കിട്ടിയ ഇൽമിനെ ശുദ്ധീകരിച്ചുകൊണ്ട് രണ്ടും വേറെ വേറെയായി മനസ്സിലാക്കാൻ വേണ്ടി കാലങ്ങൾ എടുത്തുകൊണ്ട് ശ്രമം നടത്താൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ മഹാനവറുകൾ അതൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഗ്രന്ഥങ്ങൾ രചിക്കുകയുണ്ടായത്. മഹാന്മാരെ പറ്റിയിട്ടുള്ള ഗ്രന്ഥമാണ് രചിച്ചത്. ആ മഹാന് പറഞ്ഞ വചനമായത് കൊണ്ടാണ് മഹാനവറുകളെ കുറിച്ച് ഞാൻ പറയാൻ ഇടയായത്. ഈ ഷാറാനി ഇമാമാണ് തൻ്റെ ജീവിതത്തിൽ രണ്ട് അവസ്ഥകൾ, ആ അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഗുരുവിൽ എത്തുമ്പോഴുള്ള അവസ്ഥയും എത്തിച്ചേർന്നതിന്റെ ശേഷമുള്ള ജീവിതത്തിന്റെ കാലഘട്ടവും. ആ കാലഘട്ടത്തിലൂടെ കടന്നുപോയതിന് ശേഷം മഹാനവറുകൾ എഴുതിയ ഗ്രന്ഥമാണ് അൽ അൻവാറുൽ ഖുദ്സിയ എന്ന് പറയുന്ന ഗ്രന്ഥം. തന്റെ ഗുരുവിൽ നിന്ന്, മറ്റു മഹാഗുരുക്കന്മാരിൽ നിന്ന് ലഭിച്ച അറിവുകൾ ശേഖരിച്ച ഗ്രന്ഥം, അവരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥം. നമ്മൾ ഓരോരുത്തരും ഇതിലുള്ള വരികൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ശൈഖുമായിട്ടുള്ള നമ്മളെ അദബ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് തുലനം ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളൊക്കെ 0 പോയിന്റിലാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഗ്രന്ഥം ഇടയ്ക്കെടുത്ത് വായിച്ചു നോക്കിയാൽ മതി. അതിൽ മഹാനരായ ഇമാം ഷാറാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഇദാ വജത്ത ഉസ്താദകൽ മുഹഖ്ഖിഖ്, നിന്റെ യഥാർത്ഥ ഗുരുവിനെ നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫഖദ് വജത്ത ഹഖീഖതക, നിന്റെ പൊരുളിനെ നീ എത്തിച്ചിരിക്കുകയാണ്. നിന്റെ യാഥാർത്ഥ്യത്തെ, നീ എന്ന് പറയുന്ന പൊരുളുണ്ടല്ലോ, ആ പൊരുളിനെ നിനക്ക് കിട്ടുന്നത് നിന്റെ ഗുരുവിന്റെ മുമ്പിൽ എത്തുന്നതോടുകൂടെയാണ്. വഇദാ വജത്ത ഹഖീഖതക, നിന്റെ യാഥാർത്ഥ്യം, നിന്റെ പൊരുൾ നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഗുരുവിനെ കിട്ടലോടെ കിട്ടിയല്ലോ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വജത്തല്ലാഹ ഇൻദഹാ, അല്ലാഹുവിനെ നിനക്ക് അവിടെ കിട്ടുന്നതാണ്. നിന്റെ ഗുരുവിന്റെ സവിധത്തിൽ നിന്റെ യാഥാർത്ഥ്യ പൊരുളിനെ നീ കണ്ടെത്തിയെങ്കിൽ അവിടെ തന്നെ നിന്റെ അള്ളയും ഉണ്ട്. വൈദാ വജത്തല്ലാഹ ഇൻദഹാ, നിന്റെ അല്ലാഹുവിനെ അവിടെ എത്തിക്കിട്ടിക്കഴിഞ്ഞാൽ വജത്ത കുല്ല ശൈഇൻ, എല്ലാം നിനക്ക് കിട്ടി. ഫലൈസ കുല്ലുൽ മുറാദി, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സകലമായ അഭിലാഷങ്ങളും ഇല്ലാ ഫീ വജ്ദി ഹാദൽ ഉസ്താദ്, ഈ ഉസ്താദിനെ, ഈ ഗുരുവിനെ കിട്ടുന്നതിൽ മാത്രമാണ്. ഫഫഹം, മനസ്സിലാക്കിക്കോ, തഗനം, നിനക്ക് വിജയിക്കാൻ കഴിയുന്നതാണ്. ഇതാണ് ഒരു ഗുരുമുറബി എന്ന് പറയുന്നത്. ജീവിതം മാത്രമല്ല, ജീവിതത്തിന്റെ മരണാനന്തര കാലവും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു അധികാരി. ആ അധികാരിയെയാണ് നമ്മളുടെ മുമ്പിൽ നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന ബോധമാണ് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്. ഒരിക്കലും തീരാ കടമായി കടപ്പാടുകളുള്ള ഒരു ഗുരു, ആ ഗുരുവിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മഹാനരായ ഇമാം ഷാറാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അൻത അല സൂറത്തി അല്ലതി തശ്ഹദു ഉസ്താദക അലൈഹാ, നിന്റെ ഉസ്താദിനെ, നിന്റെ ഗുരുവിനെ നീ ഏത് പ്രകാരമാണോ കണ്ടത്, ഏത് രൂപത്തിലാണോ കണ്ടത്, അത് തന്നെയാണ് നിന്റെ ഗുരു. ഫശ്ഹദ് മാ ശിഅത, അതുകൊണ്ട് നിനക്ക് വേണ്ടത് നീ കണ്ടോ, വേണ്ട രൂപത്തിൽ നീ കണ്ടോ. വൻളുർ മാദാ തറാ, എന്താണ് നിന്റെ ഗുരുവിനെ കുറിച്ച് നിന്റെ കാഴ്ചപ്പാടെന്ന് നീ ആലോചിച്ചോ. ഇദാ ശഹിദതഹു മുനാഫിഖാ, നീ നിന്റെ ഗുരുവിനെ ഒരു കപടനായിട്ട് നീ കണ്ടുവെങ്കിൽ ഫഅൻത മുനാഫിഖുൻ, നീയാണ് കപടൻ. വഇൻ ശഹിദതഹു മുഖ്ലിസൻ, നിന്റെ ഗുരുവിനെ ഒരു മുഖ്ലിസായി, നിഷ്കളങ്കനായി നീ കണ്ടാൽ ഫഅൻത മുഖ്ലിസുൻ, നീയും നിഷ്കളങ്കനാണ്. ലിഅന്നഹു മിർആതുക,
നിന്റെ കണ്ണാടിയാണ് നിന്റെ ഗുരു. വലാത്ത് തറാഫിൽ മിറാത്തി ഇല്ലാ സൂറതക, നിന്റെ യാഥാർത്ഥ്യത്തിന്റെ പൊരുളാണ് ആ കണ്ണാടിയിലൂടെ നിനക്ക് തെളിഞ്ഞു കിട്ടുന്നത്. അതുകൊണ്ട് നിന്റെ ഗുരുവിനെ കുറിച്ച് നിന്റെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണെന്ന് നീ ആലോചിക്കണം. അപ്പൊ ആ ഗുരുവിനെ നമുക്ക് കിട്ടി എന്നുള്ളതല്ല, അതൊരു വലിയ കടപ്പാടാണ്, തീർത്താൽ തീരാത്ത കടപ്പാട്. ആ കടപ്പാടിനോട് നീ എങ്ങനെ കാഴ്ചപ്പാട് വെച്ചു എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതിലാണ് നിന്റെ ഉത്തരമുള്ളത്. നിന്റെ ഗുരുവിനെ കുറിച്ച് നീ അധികാരിയായി കാണാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? നിന്റെ എല്ലാത്തിൻ്റെയും അധികാരിയായി നിനക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാമായി നിന്റെ ഗുരു നിന്റെ മുന്നിലുണ്ട്. അതല്ല, നിന്റെ ഗുരുവിനെ കുറിച്ച് നിനക്ക് അഭിമാനം പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ നിനക്ക് നിന്റെ യാഥാർത്ഥ്യത്തെ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള ഒരു ഗുരുവിന്റെ സവിധത്തിൽ നീ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നിന്റെ കാഴ്ചപ്പാടിനെയാണ് നീ നന്നാക്കേണ്ടത്. അവിടെ നിന്നാണ് സകലതും തുടങ്ങുന്നത്. ആ മഹബ്ബത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. വമിൻ ശഅനിഹി അൻ യുഅതിയ ശൈഖഹു അൽ അമാന മിൻ തഗ്യീരി ഇഅ്തിഖാദിഹി ഫീഹി, തന്റെ ഗുരുവിനെ കുറിച്ചിട്ടുള്ള വിശ്വാസം പകർച്ചയാകാതിരിക്കാൻ നീ കാത്തു സൂക്ഷിക്കണം. അതിനെന്താണ് വേണ്ടത്? വദാലിക ബിഅൻ യകൂന മുഹിബ്ബൻ ലിശൈഖിഹി, തന്റെ ഗുരുവിനെ സ്നേഹിക്കുന്നവനാവണം. ലാ മുഅ്തഖിദൻ ഫീഹി, ഗുരുവിന്റെ വിശ്വാസിയായിട്ട് കാര്യമില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പറയാൻ എളുപ്പമാണെങ്കിലും നമ്മൾ ഓരോരുത്തരുടെയും കണ്ണാടിയായ നമ്മളുടെ ഗുരു, ആ ഗുരുവിനെ കുറിച്ചാണ് പറയുന്നത്. എന്നെ കുറിച്ചാണ് ഞാൻ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ ഗുരുവിനോട് ഞാൻ സ്നേഹത്വ മുഹിബ്ബായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് വിജയിക്കുന്നത്. വിശ്വാസിയായാൽ വിജയിക്കുകയില്ല. എന്തുകൊണ്ടാണ്? വിശ്വാസിയും മുഹിബ്ബും, പ്രണയിക്കുന്നവനും വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫൈനൽ മുഹിബ്ബ ലാ യതഗയ്യറു, പ്രണയിക്കുന്നവന്റെ അവസ്ഥകളിൽ മാറ്റങ്ങൾ ഒരിക്കലും വരികയില്ല. വൽ മുഅ്തഖിദു യതഗയ്യറു, വിശ്വസിക്കുന്നവനാണെങ്കിൽ അവനിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. ഇദാ തഗയ്യറത്തിസ് സിഫത്തുല്ലതി യഅ്തഖദഹു ലിഅജലിഹാ, തന്റെ ഗുരുവിൽ എന്താണ് ഉള്ളത് എന്നവൻ വിശ്വസിച്ചു വെച്ചോ, ആ വിശ്വസിച്ചു വെച്ച ആ ഗുണം ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ, അങ്ങോട്ടും ഇങ്ങോട്ടുമായി കഴിഞ്ഞാൽ അവന്റെ വിശ്വാസവും പോകുന്നതാണ്. പക്ഷേ പ്രണയിക്കുന്നവനാകുമ്പോ അത് സംഭവിക്കുകയില്ല. വലിദാലിക കാന ശൈഖുൽ കാമിലു, അതുകൊണ്ട് കാമിലായ ശൈഖന്മാര് പരിഗണിക്കുകയില്ല. ലാ യഅബഉ ബിഇഅ്തിഖാദിൽ മുരീദി ഫീഹി, തന്റെ മുരീദ് തന്നിൽ വെച്ച് പുലർത്തിയ വിശ്വാസം അവർ വില കൽപ്പിക്കുകയില്ല. വലൗ ബാലഗ ഫിൽ ഇഅ്തിഖാദി, എത്ര ആഴത്തിൽ അവർ വിശ്വസിച്ചാലും. അതിന്റെ ഉദാഹരണം പറയുന്നുണ്ട്. ഏതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവന്റെ ഗുരുവുമായിട്ടുള്ള ബന്ധം ഒരു കയറിൽ കെട്ടിവെച്ച പോലെയാണ്. അവന്റെ വിശ്വാസമാകുന്ന അവൻ പടച്ചുണ്ടാക്കിയ ചില രൂപങ്ങള്, ഭാവങ്ങള്, ആ തോന്നലുകളുടെയും അവൻ കണ്ട ചില കാഴ്ചപ്പാടുകളുടെയും അവന്റെ ബുദ്ധി മെനഞ്ഞുണ്ടാക്കിയ ആ വിശ്വാസത്തിന്റെ രൂപങ്ങൾ ആ കയറങ്ങട്ട് അഴിഞ്ഞുപോയി അല്ലെങ്കിൽ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അവന്റെ ഗുരുവുമായുള്ള ബന്ധം അവന് നഷ്ടപ്പെട്ടു പോയി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പക്ഷെ മുഹിബായി കഴിഞ്ഞാൽ അങ്ങനെയല്ല. ആ മുഹിബിന്റെ സമുദ്രത്തിന്റെ ആഴങ്ങളിലാണ് അവന്റെ ഗുരു കടക്കുന്നത്. ലാ യുരീദു ഇല്ലാ മാ യുരീദ്, തന്റെ മുരീദ് ഉദ്ദേശിക്കുന്നത് മാത്രമേ ഗുരു ഉദ്ദേശിക്കുകയുള്ളൂ. ഫൽ മുഹിബ്ബു ഖലീലുൻ, മുഹിബാകുന്നവർ വളരെ കുറവാണ്. വൽ മുഅ്തഖിദു കസീറുൻ, വിശ്വസിക്കുന്നവർ ധാരാളമാണ്. വമാ ഖല്ല വമാ ഖല്ല വനഫഅ ഖൈറും മിമ്മാ കസുറ വഅൽഹാ,
കൂടുതലുണ്ട് എന്നുള്ളതല്ല ഇവിടെ വിഷയം. വളരെ കുറഞ്ഞതാണെങ്കിലും ആ സ്നേഹം ഉപകാരപ്പെടുന്ന സ്നേഹമുണ്ടെങ്കിൽ അതാണ് ഹൈറായിട്ടുള്ളത്. നമുക്കൊന്നും അവകാശപ്പെടാൻ ഒന്നുമില്ല. നമ്മൾ തീർത്താ തീരാത്ത കടപ്പാടാണ് നമ്മളെ ഗുരുവിനോടുള്ളത്. അപ്പൊ നമ്മൾ നമ്മളിലേക്ക് വിലയിരുത്താനുള്ള അളവുകോലുകളായിട്ട് കരുതേണ്ടതുണ്ട്. വകാന സയ്യിദി അലി ഇബ്നു വഫാ യഖൂൽ, മഹാനരായ സയ്യിദി അലി ഇബ്നു വഫാ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ലാ യഖ്ലു മുരീദുൻ മിൻ മഹബ്ബത്തി ശൈഖിഹി, എല്ലാ മുരീദിനും മഹബ്ബത്ത് ഉണ്ടാകും. വലാകിൻ ഗാലിബു തിൽകൽ മഹബ്ബത്തി ലിഇല്ലത്തിൻ, ആ സ്നേഹം കടക്കുന്നത് എന്തെങ്കിലും ഒരു കാരണത്തിന്റെ പേരിലായിരിക്കും. എന്തെങ്കിലും ഭൗതികമായോ ആത്മീയമായോ എന്തെങ്കിലും ഒരു കാരണത്തിന്റെ പേരിലായിരിക്കും ആ സ്നേഹം നിലകൊള്ളുന്നത്. പക്ഷെ വൽ മഹബ്ബത്തു സ്വാദിഖതു ഫൗഖൽ ഇലലി കുല്ലിഹാ, എല്ലാ കാരണങ്ങൾക്കും അപ്പുറമാണ് യഥാർത്ഥ സ്നേഹം. അതൊരു കാരണത്തിന്റെ മേൽ ബന്ധിച്ച് കെട്ടിവെച്ചതുമല്ല. കമഹബ്ബത്തിൽ വാലിദത്തിൽ വലദിഹാ, അന്ന് നമ്മളുടെ ശൈഖ് തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞ ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. കമഹബ്ബത്തിൽ വാലിദത്തിൽ വലദിഹാ, ഒരു മാതാവിന് കുട്ടിയോടുണ്ടാകുന്ന സ്നേഹം എത്രയാണോ ആ മഹബ്ബത്ത് പോലെയുള്ള സ്നേഹമായിരിക്കണം. ഒരു ഉമ്മ തൻ്റെ ഒരു പിഞ്ചു കുഞ്ഞിനെ വളർത്തിയെടുക്കുമ്പോ എത്ര പ്രതീക്ഷകളാണ്. ഈ കുഞ്ഞു വളരണം, ഈ കുഞ്ഞു വളർന്നു വലുതാവണം, നല്ല ഭാവി ഉണ്ടാവണം. അങ്ങനെയാണ് ഒരു ഉമ്മ വിചാരിക്കുക. നേരെ മറിച്ച് മകന് വിചാരിക്കുന്നതോ, ഉമ്മാക്ക് അസുഖമാകുന്ന ഒരു സമയത്ത് അവൻ ഉമ്മയെ പരിപാലിക്കുന്ന ഒരു സമയം വരുമ്പോ, ഉമ്മയെ ശുശ്രൂഷിക്കുന്ന സമയം വരുമ്പോ അവൻ വിചാരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഉമ്മ മരണപ്പെട്ടു പോകുമല്ലോ, ഉമ്മ ദീർഘനാൾ ജീവിച്ചിരിക്കട്ടെ എന്നുള്ള ഒരു ബോധം പൊതുവിലുണ്ടാവാറില്ല. അതുപോലെയുള്ള ഒരവസ്ഥയാണ് ഒരു ഗുരു ഒരു മുരീദിനെ വളർത്തുമ്പോൾ എത്ര പ്രതീക്ഷകളാണ്. ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിൽ കരുതുന്ന കരുതലുകളും വിശ്വാസങ്ങളും സ്വപ്നങ്ങളുമായിരിക്കും ഉണ്ടാവുക. അവിടെ ഒരു കാരണങ്ങളും അവിടെ ബന്ധിച്ചു നിൽക്കുന്നില്ല. പക്ഷേ നമ്മളൊക്കെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഘടകം, ഒരു കാരണം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതാണ് ഒരു ഗുരു എന്ന് പറയുന്നത്. ആ ഗുരുവിനോടുള്ള സ്നേഹം നമ്മളുടെ യാഥാർത്ഥ്യമാണ്. നമ്മളൊരു ഗുരുവിന്റെ മുമ്പിൽ എത്തുന്നതോടുകൂടെ നമുക്ക് കിട്ടുന്നത്. അവിടെ നിനക്ക് അല്ലാഹുവിനെയും എത്തിക്കാമെന്ന് മഹാനരായ ഇമാം ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. പിന്നെ നമുക്ക് വേണ്ടത് സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ ആ ബന്ധത്തിലാണ് പിന്നെ മുന്നോട്ടുള്ള പ്രയാണം. ആ പ്രയാണമാണ് പിന്നെ അങ്ങോളം പരിധിയില്ലാതെ നമ്മൾ സഞ്ചരിക്കുന്നത്, നമ്മളുടെ ഗുരുവുമായിട്ട് സഞ്ചരിക്കുന്നത്. പരിധിയില്ലാത്ത ആ കാലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് ആ സ്നേഹത്തിന്റെ ബന്ധത്തിലൂടെയാണ്. ആ സ്നേഹമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ആ സ്നേഹത്തിന് വേണ്ടി നമ്മളെ ഗുരു നമ്മളോട് പറയും, എന്നെ വിട്ട് നീ പോവണ്ട. എന്തിനാണ് പറയുന്നത്? ഗുരുവിന് വല്ല ആവശ്യം ഉണ്ടായിട്ടാണോ? ഗുരുവിന് നമ്മൾ നിന്നാലെന്താ, നിന്നില്ലെങ്കിൽ എന്താ? നീ മറ്റൊരു ഗുരുവിലേക്ക് നീ പോവണ്ട. നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാനുള്ള അധികാരിയായി ഞാനുണ്ടെന്ന് പറയുന്നത് നമ്മളുടെ ഗുണത്തിനു വേണ്ടിയാണ്. ഗുരുവിൽ അതിലൊരു സ്വാർത്ഥമായ താല്പര്യങ്ങളും ഇല്ല തന്നെ. മഹാനരായ മുഹയ്യിദ്ദീൻ ഇബ്നു അറബി തങ്ങൾ പറയുന്നുണ്ട്, അൽ യവാഖീതു വൽ ജവാഹിർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, വഇന്നമാ മനഅൽ അശ്യാഖുൽ മുരീദ മിനൽ ഇജ്തിമാഇ ബിഗൈരിഹിം മിനൽ അശ്യാഖി. മഹാന്മാരായ ഗുരുക്കന്മാരൊക്കെ മറ്റുള്ള ശൈഖന്മാരുമായി സന്ധിക്കുന്നതിന് മുരീദന്മാരെ വിലക്കിയതിനുള്ള കാരണം ലിയഖ്തസിറു ലഹു ത്വരീഖ, അവർക്ക് വഴി എളുപ്പമാക്കി കൊടുക്കാനാണ്, ചുരുക്കി കൊടുക്കാൻ വേണ്ടിയാണ്. അതിനൊരു ഉദാഹരണം മഹാനായ സാഖുസ്താദ് പണ്ട് പറഞ്ഞ ഒരു കാര്യമാണത്. എന്താണ് പറയുന്നത്? അള്ളാഹുവിന്റെ ഹദറത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം, ഏതൊരാളുടെയും ലക്ഷ്യം. ആ ഹദറത്തിലേക്ക് എത്തിച്ചേരുന്നത് നമ്മളുടെ കയ്യിന്റെ ഉള്ളൻ കൈ എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, അതാണ് അള്ളാഹുവിന്റെ ഹദറത്ത് എന്ന് നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഓരോ വിരലുകളും
ആ ഹദറത്തിലേക്ക് എത്താനുള്ള ഷെയ്ഖന്മാരാണെന്ന് നമ്മൾ കരുതി കഴിഞ്ഞാൽ മഹാനരായ മുഹീദ്ദീൻ ഇബ്നു അറബി തങ്ങൾ പറയുന്ന ഉദാഹരണമാണ്. അങ്ങനെ നമ്മൾ ഒരു ഷെയ്ഖിന്റെ അടുത്ത് പോയി, ഒരു വിരലിലേക്ക് നമ്മൾ പ്രവേശിച്ചു, ഒരു ഷെയ്ഖിന്റെ അടുത്ത് നമ്മൾ പോയി. അങ്ങനെ ഷെയ്ഖിന്റെ അടുത്ത് കുറച്ച് ഇങ്ങനെ സഞ്ചരിച്ചപ്പോ അതിന്റെ ആദ്യത്തെ വരയിലേക്ക് നമ്മൾ എത്തി. ആദ്യത്തെ കെട്ടിലേക്ക് മടങ്ങുന്ന ആദ്യത്തെ കെട്ടില് ആ ഷെയ്ഖിന്റെ അടുത്ത് നമ്മൾ എത്തി. അഥവാ കുറച്ച് സഞ്ചരിച്ചപ്പോ ഒരിടത്ത് നമ്മൾ എത്തി. പിന്നെ നമ്മൾ അടുത്ത ഷെയ്ഖിന്റെ അടുത്തേക്ക് പോയി. അവിടെയും കുറച്ച് സഞ്ചരിച്ചപ്പോ അടുത്ത കെട്ടിലേക്ക്, ആ വിരലിലെ ആ ഷെയ്ഖിലെ ഒരു പരിധിയിലുള്ള ഒരു കെട്ടിലേക്ക് നമ്മൾ എത്തി. ഓരോ വിരലും ഓരോ ഷെയ്ഖായി നമ്മൾ സങ്കല്പിക്കണം. പിന്നെ അടുത്ത ഷെയ്ഖിന്റെ അടുത്ത് പോയി. മൂന്നാമത്തെ ഷെയ്ഖാണ്. മൂന്നാമത്തെ ഷെയ്ഖിന്റെ അടുത്തും പൂർണ്ണമായി നമ്മൾ നിന്നില്ല. കുറച്ച് നിന്ന് ആ കെട്ടിന്റെ അടുത്തെത്തിയപ്പോൾ നമ്മൾ എന്തായി? അടുത്ത ഷെയ്ഖിന്റെ അടുത്ത്. ഇവിടെ 3 കെട്ടുണ്ട്. ഈ കെട്ട് കടന്നിട്ട് വേണം അള്ളാന്റെ ഹദറത്തിലേക്ക് എത്താൻ. പക്ഷെ ഇവൻ ഇങ്ങനെ ഷെയ്ഖിനെ മാറ്റിയത് കൊണ്ട് ആദ്യത്തെ കെട്ടിലേക്ക് മാത്രമേ കുറച്ചേ സഞ്ചരിക്കാൻ പറ്റുന്നുള്ളൂ. ഹദറത്തിൽ എത്തുന്നില്ല, ഉള്ളം കൈയിലേക്ക് എത്തുന്നില്ല. എന്നതുപോലെയാണ് മശായിഖന്മാരുടെ ഹദറത്തിലെത്തുന്ന ആള്. അവർക്ക് വഴി എളുപ്പമാക്കാനും ചുരുക്കി കൊടുക്കാനും വേണ്ടിയാണ് മശായിഖന്മാര് പറയുന്നത്, മറ്റുള്ള ഷെയ്ഖന്മാരെടുത്ത് നിങ്ങൾ പോകണ്ട, ഇവിടെ തന്നെ നിന്നോ, എന്നാൽ നിനക്ക് ഹദറത്തിലെത്താം. അല്ലാതെ അവർക്ക് അതിലൊരു സ്വാർത്ഥ താല്പര്യം ഉണ്ടാകൂല. ഫനഫദ ഉംറുഹാദ, അങ്ങനെ ഓരോ ഷെയ്ഖന്മാരിലേക്ക് പോയ ഈ മനുഷ്യന്റെ ആയുസ് അങ്ങനെ തീർന്നു പോകും. അങ്ങനെ തീർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫഹാദാ സബബു മനഇൽ അശ്യാഇഖി മുരീദഹും അൻ യുശ്രിക മഅഹും ഫിസ്സുലൂകി ഗൈറഹും. മറ്റുള്ള ഷെയ്ഖന്മാരുടെ അടുത്തേക്ക് പോണ്ട എന്ന് പറയാനുള്ള കാരണം ഇതാണ്. അത് ആ അർത്ഥത്തിലും അളവിലും ചിന്തിച്ച് നമ്മൾ പറഞ്ഞതുപോലെ നമ്മളുടെ അധികാരിയായി നമ്മൾ നമ്മളുടെ ഷെയ്ഖിനെ കാണാൻ കഴിയണം. ഒരു കാരണങ്ങളും ബന്ധിക്കാത്ത വിധം അഭേദ്യമായ ഒരു കണ്ടീഷൻ ഇല്ലാത്ത അൺകണ്ടീഷണലായിട്ടുള്ള ഒരു സ്നേഹവും നമുക്ക് ഗുരുവിനോട് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് മുന്നോട്ടുള്ള പ്രയാണം നടത്താൻ സാധിക്കുകയുള്ളൂ. മഹാനരായ ഇമാം ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഒരു അധ്യായം തന്നെ രചിച്ചിട്ടുണ്ട്. മറ്റുള്ള ഷെയ്ഖന്മാരെടുത്ത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അധ്യായം തന്നെ അൽ അൻവാറുൽ ഖുദ്സിയയിൽ 64-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ഹല്ലിൽ മുരീദ് അൻ യത്തഖിദ അക്സറ മിൻ ഷെയ്ഖിൻ. ഒരു ഷെയ്ഖിനേക്കാൾ കൂടുതൽ ഷെയ്ഖന്മാരെ ഒരു മുരീദിന് പറ്റുമോ? അല്ലാ യകൂന ലഹു ഇല്ലാ ഷെയ്ഖുൻ വാഹിദുൻ, ഒരൊറ്റ ഷെയ്ഖ് മാത്രമേ പാടുള്ളൂ. ലിഅന്ന മബ്നാ ത്വരീഖി തൗഹീദുൽ ഖാലിസ്, ത്വരീഖത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തൗഹീദാണ്, നിഷ്കളങ്കമായ തൗഹീദാണ്. അതുകൊണ്ടാണ് നമ്മളോട് ഉപ്പ പറയാറുള്ളത്, ഒരു ഷെയ്ഖ്, ഒരു റസൂല്, ഒരു അല്ലാഹ്, തൗഹീദാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആ മുരീദിന് എളുപ്പമാകുന്നതിന് വേണ്ടി കരുണയുടെ ബഹറുകളായ മശായിഖന്മാര് നമ്മളോട് പറയുന്നതാണ്, നമുക്ക് വേണ്ടിയിട്ടാ പറയുന്നത്. മഹാനരായ ഷാറാനി ഇമാം മുഹീദ്ദീൻ ഇബ്നു അറബി തങ്ങളുടെ ഉദ്ധരണി ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാ ഷെയ്ഖൻ വാഹിദ, ഒരൊറ്റ ഷെയ്ഖേ പാടുള്ളൂ. അവന്റെ ത്വരീഖത്തിനെ കൂടുതൽ സഹായിക്കുന്ന കാര്യം അതാണ്. രണ്ട് ഷെയ്ഖന്മാര് മുഖേന വിജയിച്ച ഒരാളെയും നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. അതിന് ഉദാഹരണം 3 ഉദാഹരണമാണ് മഹാനവറുകൾ പറഞ്ഞത്. ഒരു പ്രപഞ്ചത്തിന് 2 ഇലാഹ്, ദൈവമുണ്ടാവില്ല എന്നതുപോലെ ഒരു മുക്കല്ലഫായ മുഅ്മിനായ മനുഷ്യന് 2 റസൂൽ ഉണ്ടാകൂല എന്നതുപോലെ ഒരു പെണ്ണിന് 2 ഭർത്താക്കന്മാരുണ്ടാകൂല എന്നതുപോലെ ഇങ്ങനെ 3 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടാണ് മഹാനവറുകൾ പറഞ്ഞത്, ഒരു ഷെയ്ഖിന്റെ അടുത്ത് ഒരു മുരീദിന് ഒരു ഷെയ്ഖ് മാത്രമേ പാടുള്ളൂ. ഇത് ആരെ സംബന്ധിച്ചിടത്തോളം ഹാദാ കുല്ലുഹാ ഫീ മുരീദിൻ തഖയ്യദ ബിശൈഖിൻ, അല്ലാഹുവിന്റെ ഹദറത്തിൽ എത്തണമെന്ന് ഉദ്ദേശിച്ച് ഷെയ്ഖിനെ മുറുകെ പിടിക്കാൻ ഉദ്ദേശിച്ച മുരീദിന് പറഞ്ഞതാണ്. വ അമ്മാ മൻ ലം യതഖയ്യദ്, ഷെയ്ഖിന്റെ അടുത്ത് പോയിട്ട് തർബിയത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തബറുക്കിന് വേണ്ടി പോകുന്ന ആളുകളോ, ഓരങ്ങനെ എല്ലാവരുടെ അടുത്തേക്കും പോകും. അത് ഫമിസ്ലു ദാലിക ലാ യുംനഉ, അത് തടയപ്പെടുന്ന ഒരു കാര്യമല്ല. തർബിയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗുരുവിനെ മാത്രം മുറുകെ പിടിക്കുക. പിന്നെ സ്വാഭാവികമായ ഒരു ചോദ്യം വരുന്നത്, എല്ലാവരും ചോദിക്കാറുള്ള അല്ലെങ്കിൽ സംശയിക്കാറുള്ള ഒരു കാര്യമാണ്, പല മശായിഖന്മാരും ഒരുപാട് ഷെയ്ഖന്മാരെ പിടിച്ചിട്ടുണ്ടല്ലോ, അവർക്ക് ഒരു ഷെയ്ഖൊന്നുമല്ലല്ലോ ഉണ്ടായിരുന്നത് എന്ന ചോദ്യത്തിന്
വളരെ കൃത്യമായി മഹാനരായ ഇമാം ഷാറാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്, വലഖദ് അഖൽതു തരീഖി നഫസൻ ബിനഫ്സിൻ, മഹാനരായ അബൂ യസീദുൽ ബിസ്താമിയുടെ ഒരു ഉദ്ധരണിയിൽ പറയുകയാണ്, മഹാനവറുകൾ പറയുന്നു, ഞാൻ എൻ്റെ ഗുരുവിൽ നിന്ന് ഓരോ ശ്വാസമായി ത്വരീഖത്ത് സ്വീകരിച്ചു. സുമ്മ ലാ യഖ്ഫാ അന്ന സലഫ സ്വാലിഹ മിനസ് സ്വഹാബത്തി വത്താബിഈന, ഒരുപക്ഷെ പൂർവികരായ സ്വഹാബത്ത് അല്ലെങ്കിൽ താബിയുകൾ, അതിനുശേഷമുള്ള താബിയുങ്ങളിൽ ഇന്നമാ ലം യകൂനു യതഖയ്യദൂന ബിശൈഖിൻ വാഹിദിൻ, ഒരൊറ്റ ശൈഖിനെ മുറുകെ പിടിക്കാതിരുന്നത്, ബൽ ഹും കാന അഹദുഹും യഅഖുദു അൻ മിഅതി ശൈഖിൻ, 100ഓളം ശൈഖന്മാർക്ക് ഒരാൾക്ക് തന്നെ ഉണ്ടാകും. അതെന്താണ് അങ്ങനെ? കാരണം ലിഅന്ന റളിയല്ലാഹു അൻഹും, കാരണം ആ മഹാന്മാരൊക്കെ താബികളും താബിയുത്താബിയങ്ങളും കാനൂ മുതഹരീന മിനൽ അദ്നാസി, എല്ലാ കേടുകളിൽ നിന്നും എല്ലാ മലിനങ്ങളിൽ നിന്നും മോചിതരായവരായിരുന്നു. അവരെ ഒരു ഹദ്റത്തിലേക്ക് എത്തിക്കുന്ന ഒരാളെ ആവശ്യമില്ല. വകാന കുല്ലു വാഹിദിൻ മിൻഹും കാമില, എല്ലാവരും കാമിലീങ്ങളായിരുന്നു. അങ്ങനെയുള്ളവരാണ് ഒരുപാട് ശൈഖന്മാരെ പിടിച്ചത്. ഫലമ്മാ കസുറത്തിൽ അംറാദു, മാനസികമായ രോഗങ്ങൾ അധികരിച്ചപ്പോ, അതിന് ചികിത്സ ആവശ്യമായി വന്നപ്പോ, അമറഹും ശുയൂഖ് ബിത്തഖയ്യുദി അലാ ശൈഖിൻ വാഹിദിൻ, ഓരോ രോഗവും ചികിത്സിച്ച് മാറ്റാൻ കാലങ്ങളെടുക്കുന്നത് കൊണ്ട് ഒരൊറ്റ ശൈഖിൽ മുറുകെ പിടിക്കണം എന്ന് മശായിഖന്മാര് നിർദ്ദേശിക്കാൻ തുടങ്ങി. ലിയല്ലാ യതബദ്ദദ ഹാലുൽ മുരീദി വതതൂലു അലൈഹി ത്വരീഖ്, മുരീദിന് കൺഫ്യൂഷൻ വരാതെക്കാനും മുരീദിന്റെ യാത്ര വളരെ എളുപ്പമാകാനും വേണ്ടിയാണ് മഹാന്മാര് മറ്റുള്ള മശായിഖന്മാരെടുത്ത് പോകരുത് എന്ന് പറഞ്ഞത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മശായിഖന്മാരിൽ നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ അധികാരിയാണെന്നുള്ള ബോധം നമ്മളെ പിടിച്ചുലക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആ ഗുരുവിനെ നമ്മൾക്ക് വിടാൻ കഴിയില്ല, ഒരിക്കലും വിടാൻ കഴിയില്ല. അള്ളാഹു അതേ ബോധത്തിൽ എല്ലാ കാലഘട്ടത്തിലും നമ്മളെ നിലനിർത്തി തരട്ടെ. ഒരു ആമ തൻ്റെ കുഞ്ഞിനെ ഒരു തീരത്ത് പ്രസവിച്ചിട്ടതിന് ശേഷം, അല്ലെങ്കിൽ ആ കുഞ്ഞ് പുറത്തേക്ക് മുട്ടയിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം അതിനെ അകലെ നിന്ന് നോക്കിയിട്ട് എങ്ങനെയാണോ അതിനെ തർബിയത്ത് ചെയ്യുന്നത്, അതുപോലെയാണ്, അതിനേക്കാൾ ശക്തമായ രീതിയിലാണ് ഫനഹ്നു ഔലാ ബിദാലിക മിനസ്സുലഹഫാത്ത്, ഒരു ആമയേക്കാൾ എത്രയോ അകലെ നിന്ന് തന്നെ ഒരു ശൈഖിന് നോക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് തൻ്റെ ഗുരുവിനെ എങ്ങനെയാണ് ഓരോ മനുഷ്യനും നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് വിഷയം. ഒരാൾ വന്ന്, ഒരു മുരീദ് വന്ന് മഹാനരായ അബൂ യസീദുൽ ബിസ്താമി തങ്ങളോട് പറയുകയാണ്, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, മഹാനവർകളോട് പറഞ്ഞു, നിങ്ങളെ ഒരു പന്നിയുടെ രൂപത്തിലാണ് ഞാൻ കണ്ടതെന്ന് പറയുകയാണ്. അപ്പൊ മഹാനവർകൾ പറഞ്ഞു, അത് നിന്നെയാണ് കണ്ടത്, നിന്റെ കണ്ണാടിയാണ് ഞാന്, ആ കണ്ണാടിയിൽ നീ കാണുന്നത് നിന്നെ തന്നെയാണ്. അതാണ് മഹാനവർകൾ പറഞ്ഞത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, നമ്മളെല്ലാവരും കാത്തിരക്ഷിക്കുമാറാകട്ടെ. ലാ തത്ലുബ് മിൻ ശൈഖിക, നിന്റെ ശൈഖിൽ നിന്ന് നീ തേടണ്ട, അയ്യംനഹകൽ അസ്റാറ, എല്ലാ സിറുകളെയും എനിക്ക് തരണമെന്ന് നീ തേടണ്ട. വ അൻതലം തതഹർ മിൻ അമാലിൽ ഫുജ്ജാരി, തമ്മാടികളുടെ കർമ്മങ്ങളിൽ നിന്ന് നീ ശുദ്ധീകരിച്ചിട്ടില്ല. ഫൈൻ മന്നമൻ അൽ അസല ഫീ ഖുസൂരിൽ ഹംദരി, ആട്ടങ്ങയുടെ ഉള്ളിൽ ആരെങ്കിലും തേന് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? അത് കുടിക്കുമ്പോ അത് കയ്പനുഭവപ്പെടും. അപ്പോ പൊതുവിൽ ആളുകൾ പറയാൻ തുടങ്ങും, എന്താണ് പറയുക? തേനിന് മധുരമല്ല ഉള്ളത്, കയ്പാണുള്ളത് എന്ന് പറയാൻ തുടങ്ങും. ആളുകൾക്ക് കൺഫ്യൂഷനായി പോകും. അതുകൊണ്ടാണ് മഹാന്മാരങ്ങനെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ കാലഘട്ടങ്ങളിലും, അതുകൊണ്ടാണ് എല്ലാ കാലഘട്ടങ്ങളിലും എന്ന് പറയുന്നത്. എല്ലാ കാലം, ഇന്നിപ്പോ നമ്മൾ നല്ല നിലയിലാണ്, അപ്പൊ എല്ലാ കാലഘട്ടങ്ങളിലും എന്ന് പറയേണ്ടി വരികയാണ്. അവിടെ അടുത്ത അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാ കാലഘട്ടങ്ങളിലും നമ്മളുടെ ശൈഖ് തങ്ങളുടെ കദമിലായി, മഹബ്ബത്തിലായി എല്ലാവരെയും അകന്നവരെയും തെറ്റിദ്ധാരണ പറ്റിയവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹളായ ഫദ്ൽ കൊണ്ട് അടുപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മളുടെ ശൈഖ് തങ്ങളുടെ കദമിലായ എല്ലാ കാലഘട്ടങ്ങളിലും യഖീനോടുകൂടെ മഹബ്ബത്തോടുകൂടെ നമ്മളെല്ലാവരെയും ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.